അപ്പോൾ ആ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയോട് എനിക്കൊരു യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടുത്തിറങ്ങിയ 2 ഹിറ്റ് പടങ്ങളും കണ്ടില്ല. കളങ്കാവൽ കണ്ടില്ല, എക്കോ കണ്ടില്ല. പക്ഷേ ഞാൻ ഈ സിനിമ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം, ബഹിഷ്കരണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് പറ്റിയതല്ല. പ്രത്യേകിച്ച് കോടതി വിധി വന്ന് ഒരു നടൻ അയാളെ വെറുതെ വിട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു ബഹിഷ്കരണമായിട്ട് ഒരുപാട് പേർ ഇറങ്ങുന്നത്. ഒരു രസകരമായ ലാലേട്ടൻ ദിലീപ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോയി കാണാം. അയ്യോ വേണ്ടായേ പൊന്നെ, ഒരു വട്ടം കണ്ടതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. അതിൻ്റെ ഹാങ് ഓവറും ക്ഷീണവും ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പം അഖിൽ മാരാർ പറഞ്ഞല്ലോ, ഈ സിനിമ ബഹിഷ്കരിക്കാൻ കുറേ ആളുകൾ പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ബഹിഷ്കരിച്ചെന്നു. അപ്പം ഇത് ഇപ്പം ബഹിഷ്കരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവരെ ഇഷ്ടങ്ങളാണ് അല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പം ഞാൻ ഈ സിനിമ ബഹിഷ്കരിക്കണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കേണ്ടത് എൻ്റെ തീരുമാനമാണ്, അല്ലാതെ മറ്റാരുടെ തീരുമാനമല്ല. അങ്ങനെ ഇപ്പം 10 പേര് ഈ സിനിമ ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞിട്ട് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങാതിരിക്കുമോ? 10 പേര് ഈ സിനിമ, അല്ലെങ്കിൽ പോട്ടൊരു 100 പേര് ഈ സിനിമ ബഹിഷ്കരിച്ചു എന്ന് കരുതിയിട്ട് ഈ സിനിമ വിജയിക്കും എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വിജയിക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആ സിനിമ മേക്ക് ചെയ്തേക്കുന്ന ക്വാളിറ്റി, അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ തിരക്കഥ, അതിൻ്റെ സംഭാഷണം, പിന്നെ അതിൻ്റെ മുക്കും മൂലയും ആ സിനിമ ജനങ്ങളിലേക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവോ അവിടെയാണ് ആ സിനിമയുടെ വിജയം. അല്ലാതെ ഒരു മനുഷ്യനും ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയും, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട ആക്ട്രസ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സംഭവം ഈ ഒരു സിനിമയിലെ ഇതിൽ ഞാൻ എടുത്തിടുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ഇട്ടിരുന്ന സമയത്ത് ഒരുപാട് കമൻറ്റുകൾ എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഈ ഒരു ആക്ട്രസ് അറ്റാക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് കമൻ്റ് ഇടുന്നത്. കാരണം ഞാൻ ആ ഒരു വിഷയം മാറ്റി വെച്ചാണ് ഈ സിനിമ കണ്ട് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞത്. കാരണം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് ഇതൊരു ലോജിക്കുള്ള പടമല്ലെന്ന്. മനസ്സിലായോ? അപ്പം ആ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് എത്രത്തോളം ലോജിക് ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഈ സിനിമ ഓൾറെഡി പൊട്ടും, ഈ സിനിമ പടക്കമാണെന്ന് ഇതിൻ്റെ മേക്കിംഗ് ടീമിന് തന്നെ മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ആദ്യം എഴുതി കാണിക്കുന്നത്. പിന്നെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ 10 പേര് കയറി പടം കാണും എന്ന അവർക്ക്, അല്ലെങ്കിൽ ഇതുപോലെ അന്തം ഫാൻസുകാരുണ്ടല്ലോ, അന്തം കമ്മി ഫാൻസുകാർ, ഒരു വെളിവും ഇല്ലാത്ത ആൾക്കാർ കയറി ഈ പടം കാണും, അങ്ങനെ കുറച്ച് പൈസ കിട്ടും, അങ്ങനെ കുറച്ച് കളക്ഷൻ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സ്റ്റാർട്ടിങ്ങേ അവർ പറഞ്ഞത്. ഇത് ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു പടമാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പടം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദിലീപിൻ്റെയൊക്കെ സിനിമകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരുപാട് സിനിമകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴുണ്ടല്ലോ, ഇപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് പല സിനിമകളും ഇപ്പം ഇറക്കി വിടുന്നത് തന്നെ അല്ലേ. ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ കുറേ കമൻറ്റുകൾ ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇത് ദിലീപ് ഫാൻസുകാരല്ല, അല്ലെങ്കിൽ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസുകാർ മാത്രമാണ് ആ ഒരു സിനിമയെ നല്ലത് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നത്. കാരണം ലാലേട്ടനോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ദിലീപിനെ എല്ലാവർക്കും അറിയാം. ഇപ്പം സിനിമ കണ്ട 100ൽ 99% ആൾക്കാർക്കും അറിയാം ഈ സിനിമ വൻ പരാജയമാണ്, ഒന്നിനും കൊള്ളാത്ത സിനിമയാണെന്ന്, ലോക തോൽവി സിനിമയാണെന്ന്. എന്നിട്ട് ഒരു ലോജിക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി അങ്ങ് വിട്ടേക്കുവാണ്. ലോക പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷേ ഇവിടെ ലാലേട്ടനെ ഓർത്ത് മാത്രമാണ്. ഇതിലും എത്രയോ ബെറ്റർ ആയിരുന്നു ആറാട്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടനെ ഓർത്ത് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടൻ്റെ കുറച്ച് മൊമെൻറ്റുകൾ അത് ഓക്കെയാണ്. പക്ഷേ ഈ ദിലീപിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പഴയ കുറച്ച് വാളയാർ, പരമശിവം, പിന്നെ CID മൂസയിലെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരു ഫുൾ പാക്കേജ് ആക്കി ഇവർ ഇറക്കിയത് സത്യം പറഞ്ഞാൽ ഇല്ലേ ചവറ് പോലെ ആയിപ്പോയെന്നേ ഉള്ളൂ. ഡ്രെയിനേജിലുള്ള വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് കാണുന്നവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അപ്പം വിചാരിക്കും സെക്കൻഡ് ഹാഫ് കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. സെക്കൻഡ് ഹാഫും കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ 2 സൈഡിൽ നിന്നുണ്ടല്ലോ കിളി ഇങ്ങനെ പാറിപ്പോകും. ഒന്നും മനസ്സിലായി ഇതെന്താ സംഭവം എന്ന് പോലും ആൾക്കാർക്ക് പിടി കിട്ടാത്ത അവസ്ഥയിലാണ്. എന്തായാലും കഴിഞ്ഞ റിവ്യൂവിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാർക്ക് കുരുപൊട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ അവർ തന്നെ പറയുന്ന അഭിപ്രായങ്ങളൊന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഈ പടം എത്രത്തോളം ജനങ്ങൾ കൊടുത്ത പൈസ, ജനങ്ങൾ കൊടുത്ത അവരെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത പൈസ ഉണ്ടല്ലോ, അതിന് എത്രത്തോളം മൂല്യം തരുന്നൊരു പടമാണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ അഭിപ്രായം പറയുമല്ലോ. ലാലേട്ടനോടുള്ള ഇഷ്ടം അവിടെ നിൽക്കട്ടെ, പക്ഷേ
സത്യസന്ധമായിട്ട് സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയുക, അതാണ് വേണ്ടുന്നത്. എന്ത് പറയാനാ, രാവിലെ ജിമ്മിൽ പോകുന്നവരെ മുടങ്ങിപ്പോയി, വെറുതെ വന്നു. പടം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ജയിലർ കൊള്ളത്തില്ലെന്ന് പറയാം, കൊള്ളത്തില്ലെന്ന് തന്നെ പറയണം. അല്ല ചുമ്മാ മാറേണ്ടത് നെഗറ്റീവ്. പടം കൊള്ളത്തില്ല, അത്ര തന്നെ. എന്ത് നെഗറ്റീവ്? ഒരു വാകയ്ക്ക് കൊള്ളത്തില്ല പടം. ഇതാണ് തിരിച്ചുവരവ്. തിരിച്ചുവരവൊന്നുമല്ല, വെറുതെ മറ്റേ ആ ഗോപി സുന്ദർ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഒറിജിനൽ സ്കോർ ചെയ്ത ഈ പടത്തിലാന്ന് തോന്നുന്നു. വെറുതെ സൗണ്ടും തലയും വെറും തല്ലിപ്പൊളി പടം, വെറും തല്ലിപ്പൊളി. ഒന്നുമില്ല പടത്തിലൊന്നുമില്ല. ഷാൻ റഹ്മാൻ മോഹൻലാലിനൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ അയാളെ വെറുതെ കോമാളി വേഷം കെട്ടിച്ച് ഈ പടത്തിൽ ഒന്നുമില്ല. ആദ്യം ഇന്റർവ്യൂ വരെ കുറെ സീരിയൽ പോലെ ചാത്ത അഭിഞ്ഞ പടം ഒട്ടും കൊള്ളത്തില്ലടാ, ഒരു വായിക്കും കൊള്ളത്തില്ല. പിന്നെ ഈ മാരാര് പറഞ്ഞല്ലോ ഈ സിനിമ കുറെ ആളുകൾ ബഹിഷ്കരിക്കാൻ നോക്കിയെന്ന്. ഇനി ആളുകൾ ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും സിനിമ നല്ലതാണെങ്കിൽ അത് ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. അതിലെ കഥ, അതിലെ ഈ പറഞ്ഞിട്ടുള്ള അത് മേക്ക് ചെയ്തേക്കുന്ന അതിൻ്റെ ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി. ഇപ്പോൾ ഈ സിനിമയിൽ പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ VFX ഉണ്ടല്ലോ, VFX കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അത് എടുത്തേക്കുന്ന ആ പുള്ളിയെ VFX എടുത്തേക്കുന്ന അവനെ പിടിച്ചെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. ആ രീതിയിലുള്ള VFX ഒക്കെയാണ് പറഞ്ഞ് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടുണ്ടായിരുന്നു, മറ്റേ വേഷം നായരുണ്ടല്ലോ, മറ്റേ പോക്സോ കേസിൽ അറസ്റ്റിലായ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പുള്ളിയാണോ അതോ ലാലേട്ടനാണോ എന്ന് തന്നെ നമുക്ക് ചില സമയത്ത് സംശയം തോന്നിപ്പോവും. ഉള്ള കാര്യമാണ് പറയാം കേട്ടോ. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നതിന് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു സാധനവും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം മ്യൂസിക് മാത്രം ഷാൻ റഹ്മാൻ, അത് ഷാൻ റഹ്മാൻ ആയതുകൊണ്ട് മ്യൂസിക് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ സിനിമ ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കും, മോശമാണെങ്കിൽ സിനിമ 8 നിലയിൽ പൊട്ടും, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം അഖിൽമാരാർ അഭിനയിച്ചിട്ടുള്ള മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞ സിനിമ, അത് ജനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടാണോ ആ സിനിമ 8 നിലയിൽ പൊട്ടിയത്? ഏതെങ്കിലും ഒരാൾ ബഹിഷ്കരിച്ചോ? അപ്പോൾ എന്തുകൊണ്ട് ആ സിനിമ വിജയിച്ചില്ല? അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒന്നാമത്തെ കാര്യം മാരാറിന് നട്ടലില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പുള്ളി പല സമയത്തും പല സന്ദർഭങ്ങളിലും പുള്ളിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 10 നല്ല വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നാളെ ഒരു സിനിമ കിട്ടിയാലോ, ഫിലിം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു തോന്നലായിരിക്കാം പുള്ളിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അഖിൽമാരാർ എല്ലാ കാര്യങ്ങളിലും അത്ര നല്ലതോ ഭയങ്കര രീതിയിൽ അഭിപ്രായം പറയുന്ന മാരാർ എന്തുകൊണ്ട് ഈ സിനിമ നല്ലൊരു സിനിമയാണെന്ന് പറയാൻ കാരണം അതും കൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും കാശിനും കർമ്മത്തിനും കൊള്ളാത്ത പടം. ഞാൻ കഴിഞ്ഞ ഞാനിട്ട റിവ്യൂവിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ചായയും വടയും അല്ലെങ്കിൽ ഒരു പരിപ്പുടയോ ഉരുന്ന് തുടങ്ങി എന്തായിക്കോട്ടെ, അത് ചായയും കടിയും കൂടെ കടിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ. ജസ്റ്റ് ഒന്ന് കണ്ട് പോവാം. ആ ഒരു ചായയും ആ ഒരു വടയും തീരുന്നത് വരെ കാണാൻ പറ്റിയൊരു സിനിമ. അല്ലാതെ ഇത് കണ്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തോ വലിയ സംഭവം ഉണ്ടെന്നുള്ള രീതിയിൽ പോയിരുന്ന് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാനൊന്നും ഉള്ളൊരു സിനിമയൊന്നുമല്ല. അത് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല ഇതിനകത്ത്. അത് വേറെ ആരും ഒന്നും മനസ്സിലാവത്തുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടനെ കൊണ്ട് വന്നുകൊണ്ട് 10 ആളുകൾ ഈ സിനിമ കാണാൻ കയറിയെന്ന് വേണമെങ്കിൽ പറയാം. 10 നല്ല കമൻറ്റുകൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും സിനിമ കണ്ട ആൾക്കാർ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ.